കിട്ടിയതിന് എന്താണെന്ന് വെച്ചാൽ ഏറ്റവും സന്തോഷം. ഈ ഒരു അവാർഡ് കിട്ടുക എന്ന് പറഞ്ഞത് ഭൂമിദേവി അമ്മയെ സേവിച്ചതിൻ്റെ ഫലം അമ്മ എനിക്ക് തന്നു. ഈ ഒരു കാർ ആക്സിഡൻറ്റ് ഇതിൻ്റെ ഒരു നിമിത്തമായിരിക്കും. അതാണ് എനിക്കിപ്പോൾ തോന്നുന്നത്. ഈ കാർ ആക്സിഡൻ്റ് ആണല്ലോ ഇതിനെല്ലാം കാരണം. 40 വർഷം 43 വർഷമായി എനിക്ക് ആക്സിഡൻറ്റ് വന്നിട്ട്. 2-3 വർഷം ഇരുന്നു. അത് കഴിഞ്ഞപ്പം ഇങ്ങനെ പറഞ്ഞതിൻ്റെ ഞങ്ങളുടെ വെച്ചാരാധന അവരൊരു ഉത്ബോധനം തന്നു. ഇങ്ങനെ ഇരുന്നാതെ ഇങ്ങനെ അത് നടക്കാൻ വയ്യാതെ. അപ്പോൾ അവരുടെ അടുക്കൽ നിന്നാണ് ആദ്യം ഓരോന്ന് വെച്ച് വെള്ളം കോരി നമ്മളൊന്ന് വെച്ച് വെള്ളം ഇച്ചിരി ഒഴിച്ചു അതിലൊരു നാമ്പ് വരുമ്പം നമുക്ക് ആർക്കായാലും അതിൽ സന്തോഷമല്ലേ. അങ്ങനെ ആ ഒരു മാനസിക സന്തോഷത്തിൽ വെച്ചു പിടിപ്പിച്ചു. ആലപ്പുഴ ഡിസ്ട്രിക്റ്റിന് വനമില്ലാത്തതിന് കൈ നനച്ച് നട്ടു വളർത്തി ഒരു വനം ഉണ്ടായി. അമ്മയെ സേവിച്ചതിൻ്റെ ഫലം അമ്മ എനിക്ക് തന്നു. ഇപ്പോഴും തന്നുകൊണ്ടിരിക്കുന്നു. നിങ്ങളെല്ലാം ഇവിടെ നിൽക്കുന്നതും അതുകൊണ്ട് തന്നെയാണ്. നാട്ടുകാർക്ക് ആദ്യം എനിക്ക് വട്ടാണമെന്ന് ചോദിച്ചു. കാർ ആക്സിഡൻറ്റിൻ്റെ കൂടെ കൊലകര അമ്മയ്ക്ക് വട്ടുകൂടണമെന്ന് ചോദിച്ചു. പക്ഷേ പിന്നീട് അവർക്കും മനസ്സിലായി. അവരിപ്പോൾ ഔഷധത്തിനും അതിനും ഇതിനുമൊക്കെ കൂട്ടിത്തരും. അവരും എന്തെങ്കിലും പുതിയത് കിട്ടി അതിനെ കൊണ്ടേൽപ്പിക്കും. അമ്മയാണ് ഇത് വെച്ച് പിടിപ്പിക്കുമല്ലോ. ഞങ്ങളിത് വെച്ചാൽ പോകത്തല്ലേ ഇവിടെ ഞങ്ങൾക്ക് സ്ഥലമില്ലാത്തവരും ഒക്കെ ഉണ്ടല്ലോ. എന്തെങ്കിലും പുതിയത് കണ്ടാൽ അവരും കൊണ്ടുത്തരും. 5 ഏക്കർ അങ്ങേറ്റം ആ മതിൽ വരെ, അതുപോലെ തെക്കോട്ടും. അങ്ങനെ വെട്ടിമാറ്റത്തില്ല. 4-5 എണ്ണം ഉണ്ടെങ്കിൽ ചിലപ്പോൾ ഇടയ്ക്ക് 1 എണ്ണമൊക്കെ വെട്ടിമാറ്റും പുതിയത് നടാൻ. മരങ്ങൾ വെട്ടിമാറ്റുന്നതും പരിസ്ഥിതി ചെയ്യുന്ന രീതിയിൽ പ്രവർത്തനമൊക്കെ നടത്തി വരുന്നുണ്ട്. അപ്പോൾ അവരോടൊക്കെ എങ്ങനെയാണ്? അവരോടൊക്കെ എങ്ങനെയാണെന്ന് വെച്ചാൽ ഇപ്പം നമ്മൾ ആരോട് പറഞ്ഞാലും ഇന്ന് എല്ലാവർക്കും ഒരു മനസ്ഥിതി അതനുസരിച്ചേ മുമ്പോട്ട് പോകത്തുള്ളൂ. വെട്ടേണ്ടവർ വെട്ടും, വെച്ച് പിടിപ്പിക്കേണ്ടവർ വെച്ച് പിടിപ്പിക്കും. ആ ഒരു എന്തോന്നാണ് നമ്മൾ ആരെയും പറഞ്ഞ് ഒന്നും മാറ്റാനൊക്കത്തില്ല. എല്ലാവർക്കും അവനവൻ്റെതായ ഒരു ലക്ഷ്യമുണ്ട്. അല്ലാതെ ചിലർക്ക് ഇപ്പോൾ ഒരു വലിയ മരം ഉണ്ടായി അതിനൊരു കുറച്ച് പൈസ കിട്ടി അവർക്കൊരാവശ്യം വന്നു അവർ വെട്ടി വയ്ക്കുക. അത് നമുക്ക് തടയാനൊക്കും ഒക്കത്തില്ല. പുരസ്കാരത്തെ എങ്ങനെ കാണുന്നു വെച്ചാൽ ഞാൻ അമ്മയെ സേവിച്ചതിന് അമ്മ എനിക്ക് തന്ന പ്രതിഫലമാണ് ഈ പുരസ്കാരം. അതിന് ഏറ്റവും നന്ദി പറയേണ്ട ഈശ്വരന്മാരോടാണ്, നമ്മുടെ ഭൂമിദേവിയോടും എല്ലാ അമ്മയായ സന്തോഷം.